വാവ്, വാട്ട് എ ബ്യൂട്ടി. ഉടനെ ഇവിടെയും പെയിൻ്റ് അടി ചെയ്തോണ്ട് കേട്ടോ. ഇതാണ് ചാത്തൻ്റെ ഒരു ക്രോസ് കട്ടറിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ റോഡ് പണി വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. റോഡ് പണി കാഴ്ചകൾ മാത്രമല്ല, ഒരു വീഡിയോ എടുത്തില്ല. ഏകദേശം 14 ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു പനി പിടിച്ച് ഗൈസ്, സാധാ പനിയല്ല, എന്തോന്നും കൗണ്ട് കുറഞ്ഞൊരു പനി. കൊണ്ടാരടങ്ങാൻ കൗണ്ട് 1.5 ലക്ഷം വേണ്ടത് എത്ര, 1.20 അങ്ങനെ കണ്ട, കണക്ക് കൃത്യമായിട്ട് അറിയാൻ. കൗണ്ട് കുറവുള്ള പനി പൊന്നേ, കട്ടിൽ കണ്ട അപ്പോഴും ഉറക്കം വരും. എന്തൊരു ക്ഷീണം തന്നെയാണ്. ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, അങ്ങോട്ട് ഇറങ്ങാനും തോന്നുന്നില്ല. ഉറക്കം. അങ്ങനെ കുറേ ദിവസം ശേഷം നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. സൊമാറ്റോയുടെ വീഡിയോ, ഓണത്തിൻ്റെ വീഡിയോ എടുത്ത് വെച്ചത് എഡിറ്റ് പോലും ചെയ്തിട്ടില്ലായിരുന്നു. എത്ര ദിവസമായി പനി പിടിച്ചിട്ട്. പനിയല്ല പണ്ടാര, ഇതിന് കൗണ്ട് കുറവ്, വേറെ ഇതൊന്നുമില്ല, ക്ഷീണം മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇവിടുന്ന്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് കടമ്പാട്ടുകോണത്തുനിന്ന് ചാത്തന്നൂർ വരെയുള്ള ഭാഗത്തെ കാഴ്ചകളാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഈ രീതിയിൽ റോഡ് പണി പൂർത്തിയായിട്ട് കുറേ നാളായി. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പാരിപ്പള്ളിയിലെ മേൽപ്പാലത്തിൻ്റെ പണി എവിടം വരെ ആയെന്ന് നോക്കാം. അതേപോലെ തന്നെ ഇത്തിക്കര അവിടെ പാലത്തിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിച്ച് അത് നമുക്ക് പോയി കാണാം. അപ്പോൾ ചാത്തന്നൂർ കണ്ടിന്യൂസ് വീഡിയോസ് കാണാം. കൊല്ലം ജില്ല ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് സൊമാറ്റോയിൽ കൊല്ലത്തുനിന്ന് മാറി പുനലൂരൊക്കെ ചേഞ്ച് ചെയ്തതാണ്. പക്ഷേ ഒരു ദിവസം പോലും അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. 27-ാം തീയതി പുനലൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൊമാറ്റോ. ഇനി 1-2 ദിവസം കഴിഞ്ഞ് പുനലൂർ പോയി വർക്ക് ചെയ്യണം. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാൻ. അപ്പോൾ ഇനി പുനലൂരത്തൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് തിരിച്ച് കറങ്ങി കൊല്ലത്തേക്ക് പോവാം, അല്ല പാരിപ്പള്ളി ഭാഗത്തേക്ക് പോവാം. ഓക്കെ, ഇവിടെയാണ് കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ശിവാലയ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഭാഗത്തു നിന്നാണ്. ഇവിടെയൊക്കെ നല്ല സർവീസ് റോഡൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെയൊക്കെ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫൈനൽ ടച്ച് മാത്രമേ ഉള്ളൂ. അതെല്ലാ പണിയും പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ ബാക്കി ഭാഗം ഫൈനൽ ടാറിങ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുണ്ട്, പെയിൻ്റ് അടിക്കാനുണ്ട്. അവിടെ ഇവിടെയാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള എക്സിറ്റ്. ഈ ഭാഗത്തെ കാഴ്ച നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ്. നമ്മളിപ്പം കടമ്പാട്ടുകോണത്താണ്. സത്യം പറയാൻ സംസാരിക്കാനൊക്കെ മറന്നുപോയി. എന്തിനു സംസാരിക്കണമെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. വല്ലാത്തൊരു പനിയായി. പനിയുടെ വേറെ ചുമയോ ജലദോഷമോ തലവേദനയോ ഒന്നുമില്ല, ക്ഷീണം മാത്രം. കൗണ്ട് കുറഞ്ഞു. ഞാൻ പോയ ആശുപത്രിയിലെ എല്ലാവർക്കും കൗണ്ട് കുറവ് തന്നെയാണ്. ഇപ്പോൾ കൗണ്ട് ഇല്ലാത്ത പനിയുടെ സീസണാണെന്ന് തോന്നുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു പനി വരുന്നത്. ഇപ്പം ചെറുതായിട്ടൊരു മഴ, അത്യാവശ്യം വലിയൊരു മഴ പെയ്ത് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കുഴി. സർവീസ് റോഡ് ടാറിങ് കഴിഞ്ഞതാണ്. ടാറിങ് മൊത്തം പൊളിഞ്ഞു പോയി. ഇവിടെ മുക്കടയിൽ വരുന്ന അണ്ടർപാസ്സാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അണ്ടർപാസ് അല്ലേ. ഇവിടെ ബസ് ക്രോസിംഗ് ഒക്കെ ഉള്ളതാണ്. ഇവിടെ ആയിരുന്നു വരേണ്ടത് അണ്ടർപാസ്.
ഇതൊക്കെ പാരിപ്പള്ളി വരുന്ന മേൽപ്പാലത്തിൻ്റെ ഗട്ടറുകളാണ്. അവിടെ മേൽപ്പാലത്തിൻ്റെ പണി എവിടെ വരെ ആയി നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, രണ്ട് സൈഡിലെയും പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഓ വാവ്, വാട്ട് എ ഫാസ്റ്റ്. കുറേ നാളായി തോന്നില്ലേ എന്നാലും ഈ ഭാഗത്തൊക്കെ വീഡിയോ ചെയ്തിട്ട്. ഓണം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തൊക്കെ വീഡിയോ ചെയ്യാൻ എന്തൊക്കെ പ്ലാനായിരുന്നു. പ്ലാനുകളെല്ലാം തകർന്ന് തരിപ്പടായിപ്പോയി. ഇവിടുത്തെ മേൽപ്പാലത്തിൻ്റെ പണി കേട്ടോ. നാല് പിയറിൽ വരുന്ന മേൽപ്പാലമാണ്. രണ്ട് ഭാഗത്തെയും പിയറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗട്ടറുകൾ കേട്ടോ വെച്ച് ക്രോസ് ഗട്ടറിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഉണ്ടാവും ലാസ്റ്റ് പിയറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിയർ ഗ്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാരിപ്പള്ളിയിൽ മേൽപ്പാലത്തിൻ്റെ പണിയുടെ പകുതിയോളം പൂർത്തിയായി അല്ലേ? പൂർത്തിയായെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു 40% പണി പൂർത്തിയായി. അപ്പോൾ മേൽപ്പാലം കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് ഇവിടെ സർവീസ് റോഡ് വഴിയാണ് വാഹനം കടത്തിവിടുന്നത്. മെയിൻ റോഡിൽ മണ്ണിട്ട് റോഡ് ഉയർത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാരിപ്പള്ളി വരുന്ന മേൽപ്പാലത്തിൻ്റെ ഭാഗമായിട്ട് റോഡ് കണ്ട് ഈ ഭാഗത്തു നിന്നാണ് ഉയർന്നു പോകുന്നത് കേട്ടോ. മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഈ ഭാഗത്തു നിന്നാണ് റോഡ് ഉയർന്നു പോകുന്നത്. മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ പമ്പില്ലേ പാരിപ്പള്ളി എത്തുന്നതിന് മുമ്പ്? ഓക്കെ, അവിടെ നിന്നാണ് റോഡ് ഉയർന്നു പോകുന്നത്. നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റൂല കേട്ടോ. നമുക്കിനി തിരിച്ച് ബാക്കി കാഴ്ചകൾ കാണാം. ഇവിടെ ഈ രീതിയിൽ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇത് പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വർക്ക് കഴിഞ്ഞത്.
ഉണ്ടല്ലോ. ഇവിടെ 2 സർവീസ് റോഡും ധാര ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡ് വഴി ഒന്ന് പോയി നോക്കാം. അടിപൊളി. വാട്ടേ കാഴ്ച. ഇവിടെ ഇങ്ങനെ റോഡൊക്കെ പണി പൂർത്തീകരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മൾ കല്ലുംതാഴത്തെത്തി. പക്ഷേ കല്ലുംതാഴ അല്ല, കല്ലുവാതുക്കൽ. നമ്മളങ്ങനെ കല്ലുവാതുക്കലെത്തി. കല്ലുവാതുക്കൽ കണ്ടപ്പോൾ ഇവിടെ റോഡ് പണി, പഴയ നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിച്ചു മാറ്റി അവിടെ റോഡ് ഉയർത്തുവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ റോഡ് പൊങ്ങി വരും, കാരണം അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. വീണ്ടും മഴ പെയ്യുന്നെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മളിപ്പോൾ കല്ലുവാതുക്കൽ ഭാഗത്തെ കാഴ്ചകളാണ്. ഇവിടെ ഒക്കെ നമ്മൾ മുമ്പേ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ റോഡ് ഉയർത്തി നമുക്ക് അവിടെ ടാറിങ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ല, ഇവിടെ മണ്ണിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ടാറിങ് കഴിഞ്ഞില്ല. ഇവിടെ ഒരു പാറ പൊട്ടിപ്പ് എവിടം വരെ ആയെന്ന് നമുക്ക് നോക്കാം. മാസങ്ങളോളം പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്തെ കാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടുത്തെ പാറ പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ സർവീസ് റോഡ് നല്ല ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ. അത് മേല് താമസിക്കുന്ന വീട്ടുകാർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. മുമ്പേ അവർക്ക് പോകാൻ വഴിയൊന്നുമില്ലായിരുന്നു, അതുവഴി നടന്ന് സ്റ്റെപ്പ് വഴിയാണ് കയറിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇവിടുത്തെ പാറ പൊട്ടിച്ച് കഴിഞ്ഞു, കൺഗ്രാജുലേഷൻസ്. ഇനിയും എങ്കിലും കുറച്ച് ബാക്കിയുണ്ട്. എന്തോരം പാറയാണ് ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റിയെന്നറിയാവോ. എന്തായാലും അവിടെ പൊട്ടിച്ച് കണ്ടോ. ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ടപ്പ ചെയ്യുന്ന പരിപാടി അടക്കുകയാണ്. നമ്മളിപ്പം പോകുന്നത് പണ്ട് ഭയങ്കര താഴ്ചയുള്ള പ്രദേശമായിരുന്നു. അവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി റോഡാക്കിയതാണ്. സർവീസ് റോഡ് നല്ല രീതിയിൽ താഴ്ന്നിട്ടാണ് പോകുന്നത്. സർവീസ് റോഡിൻ്റെ പണി ഇനി ബാക്കിയുണ്ട്. ഇവിടുന്ന് കുറേ ദൂരത്തേക്ക് ഇതേപോലെ ആറൂര് പാതയുടെ ഫസ്റ്റ് ലൈൻ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളിപ്പം ചെല്ലുന്നത് സ്പിന്നിങ് മില്ലിൻ്റെ അടുത്താണ്. നമ്മളിപ്പം കടമ്പാട്ട് കോണത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെയുള്ള ഭാഗത്തെ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊരു തോന്നുന്നു? പറഞ്ഞ സമയത്തിനുള്ളിൽ പണി തീർക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? ഉണ്ട്. ഭൂരിപക്ഷവും നല്ലൊരു ശതമാനം ടാറിങ് പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.
പാരിപ്പള്ളിയിലായിരുന്നു പിന്നെ മേൽപ്പാലത്തിൻ്റെ പണി തുടങ്ങാൻ താമസിച്ചിരുന്നത്. അതെന്തായാലും പണി നല്ലൊരു ശതമാനം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തെ ഗട്ടറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് സ്പിന്നിങ് മില്ലിൻ്റെ ഇവിടെ കുറേ ഫ്രീ സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ കുറേ ചെടികളൊക്കെ നട്ടു വെച്ചേക്കുന്നത്. ചെടികൾ നട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പാർക്കിംഗ് സ്പോട്ടാക്കണം. പാർക്ക് ചെയ്യാനാണ് നമ്മളെ നാഷണൽ ഹൈവേയിൽ ബുദ്ധിമുട്ട്. പാർക്കിംഗ് സ്പേസേ ഇല്ല. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമൊക്കെ മാക്സിമം പാർക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെടിയൊക്കെ വീട്ടിൽ പോയി നടത്തും. ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ, മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ളൊരു എൻട്രി എക്സിറ്റ്. നമ്മളിപ്പോൾ ശീമാട്ടി ജംഗ്ഷനിലാണ്. മഴ പെയ്യുന്നു ഗൈസ്. മഴ ഉറച്ചാൽ നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും പിന്നീട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ശീമാട്ടി ജംഗ്ഷനിലാണ്. ഈ അണ്ടർപാസ് വഴി വാഹനം കടത്തി വിടുന്നുണ്ട്. നമുക്ക് എന്തായാലും അതുവഴി ഒന്ന് പോയി നോക്കാം. ബൈക്കും ഓട്ടോയും മാത്രമേ പോകട്ടോ. പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ തുടങ്ങും ഉടനെ കേട്ടോ. കൊള്ളാം. അപ്പോൾ കുട്ടിയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ പണി ഉടനെ തുടങ്ങുകയാണ്. ഇവിടെ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ശീമാട്ടി ജംഗ്ഷൻ്റെ അണ്ടർപാസിൻ്റെ മേൽഭാഗമൊക്കെ ടാറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. നല്ല ചൂട് ടാറിങ്, നല്ല അടിപൊളി ചൂട്. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാവരും അങ്ങോട്ട് പോയി കാണുമായിരുന്നു. അപ്പോൾ നമ്മൾ ശീമാട്ടി ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. റോഡ് പണിയൊക്കെ ഏകദേശം നല്ലൊരു ശതമാനവും പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. തിരുവനന്തപുരം ജില്ല മാത്രമാണ് ഇപ്പം കട്ട ശോകമായിട്ട് കിടക്കുന്നത്. ഇപ്പം എന്തായെന്ന് അറിയാൻ വയ്യ. എന്തായാലും വീഡിയോ എടുക്കണം. ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാനിങ് എല്ലാം പോയി. കാരണം ഇനി നമുക്ക് സൊമാറ്റോയിൽ ഇറങ്ങി വെക്കും. 10, 14, 15 ദിവസമാകാൻ പോകുന്നു സൊമാറ്റോയിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യാതിരുന്നിട്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് പോയേ പറ്റും. അല്ലെങ്കിൽ നമ്മളെ പെർഫോമൻസും കറക്റ്റ് താഴ്ന്നു പോകും. നമുക്ക് ഡയമണ്ടൊക്കെ വെളിയിൽ പോകും. ഞാനിപ്പം പുനലൂർ സോൺ എടുത്തതിനെ കൊണ്ട് തന്നെ ഞാൻ ഡയമണ്ടിൽ നിന്ന് പുറത്ത് പോകുന്നില്ല. അവിടെ സ്റ്റാർ കളക്ഷൻ ഇല്ല. ഗിഗ് സ്റ്റാർ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോഴും ഡയമണ്ടിൽ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് വർക്ക് ചെയ്താലല്ലേ പൈസ കിട്ടും. അവിടെ ഗ്യാരണ്ടി ഇൻസെൻറ്റീവ് ഉണ്ട് കേട്ടോ. ഓർഡർ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് 700 രൂപ 750 രൂപ കിട്ടും ദിവസം. അപ്പോൾ നമുക്ക് അധികം കിടന്ന് ഓടണ്ട. അതിൻ്റെയൊക്കെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ 2 ദിവസത്തിനകം വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പുനലൂരിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. 1-2 ആഴ്ച നമുക്ക് അവിടെ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക്, ചാത്തന്നൂർ KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗത്തെ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ഇവിടുത്തെ അണ്ടർപാസിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ സംസാരിക്കാതിരിക്കുന്നു കഴിഞ്ഞാലേ നമ്മളെ സംസാര കഴിവുകളെല്ലാം നഷ്ടപ്പെടും. അല്ലാതെ തന്നെ ഭയങ്കര വെള്ളി വീഴ്ച എനിക്ക്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് തന്നെ സംസാരിക്കാത്തതിനെ കൊണ്ട് സംസാരിക്കാനൊന്നും വയ്യ. നമ്മളെന്തായാലും ചാത്തന്നൂരത്തെ കാഴ്ചകൾ കാണിച്ച് പിന്നെ നമുക്ക് ഇത്തിക്കര പോയി. ഇത്തിക്കരത്തെ പാലത്തിൻ്റെ പണി അവിടം വരെ ആയത് നമുക്ക് കാണാം. നമ്മളെ ഗോപ്രോയിൽ ഈ മിസ്റ്റ് വന്ന്
അകത്ത് ഫോഗ് വരും. ഫോഗ് വന്നു കഴിഞ്ഞാൽ കാഴ്ചകളൊന്നും കാണത്തില്ല. ഇപ്പം തന്നെ കണ്ട ഏകദേശം നമുക്കിതിനകത്ത കാഴ്ചകളൊന്ന് കാണാം. വാവ്, വാട്ട് എ ബ്യൂട്ടി. ഉടനെ ഇവിടെയും പെയിൻ്റ് അടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചാത്തിന് വരുന്ന മേൽപ്പാലം. 1, 2, 3 പിയറിൽ വരുന്ന കേട്ടോ. ഭയങ്കര വലിപ്പം തന്നെയാണ് കേട്ടോ. 3 പിയറിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഉടനെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് തുടങ്ങും കേട്ടോ. വാവ്, എല്ലാം പൂർത്തീകരിച്ചു. പണിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു കേട്ടോ. എന്തായാലും ഈ ഭാഗത്ത് ശിവാലയ കൺസ്ട്രക്ഷൻ പറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പണി തീർക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി റോഡും ഈ പാലം തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരിപാടികളാണ് പലയിടത്തും ഉള്ളത് കേട്ടോ. വാവ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നേരെ ചാത്തന്നൂരല്ലല്ലോ, ഇത്തിക്കര ചെന്നിട്ട് നമുക്ക് പാലത്തിൻ്റെ പണി പാലത്തിൻ്റെ പണിയും കൂടെ കാണിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാൻ. അങ്ങനെ ഇത്തിക്കര എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മഴ പെയ്ത് തുടങ്ങി കേട്ടോ. വണ്ടി ഇവിടെ വെക്കാം. ഉണ്ടോ? പാവോ. കംപ്ലീറ്റ് ഗഡറുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഗഡറുകളുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ക്രോസ് ഗഡറിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഗഡറാണ് കേട്ടോ. ടോട്ടൽ 10, 15, 20, 10, 20, 30 ഗഡറുകളും സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്രോസ് ഗഡറിൻ്റെയും പണി കഴിഞ്ഞു. എൻ്റെ മേളിൽ ഇനി കോൺക്രീറ്റിൻ്റെ പണിയാണ് വരുന്നത്. വളരെ ഫാസ്റ്റായിട്ടാണ് കേട്ടോ പണി പൂർത്തിയായത്. അപ്പോൾ ഇത്ര നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.